നിച്മോനെ, എനിക്ക് മദ്രസല്ലേ? എനിക്ക് പൊന്നോ സമയായിട്ടോ. ഇക്ക എങ്ങോട്ടും പോണില്ലല്ലോ, ഒന്നും ഇവിടെ ഉണ്ടാവില്ലേ? മോനൊന്നും സ്കൂളില്ലാത്ത, അവനും ശ്രദ്ധിക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സമയത്തിൻ്റെ അടുത്ത് കഴിച്ചോ. അപ്പൊ ശരി കേട്ടോ, ഞാൻ പോട്ടെ, നേരം വൈകി. ശരി കേട്ടോക്കാ. ആ ഉമ്മ, ഞാൻ ഇറങ്ങും കേട്ടോ, ഒന്ന് നല്ല നേരം വൈകി. ശരി എന്നാ. എന്താ ഒരു മഴ. പാത്താ, ആ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നോ? ഇതാരാ, നബീസോ? വാ കേറിയിരിക്കി. അല്ല, ഇങ്ങനെ മഴ പെയ്യുമ്പോ ഈ മഴയത്ത് വന്ന് എനിക്ക് ഇത്തിരി നേരത്തെ വരായിരുന്നില്ലേ? ആ ഞാൻ ഇങ്ങോട്ട് പോന്നു, എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ കണ്ടിട്ട് കുറേയില്ലേ, അപ്പൊ നിങ്ങള് കയറാൻ വിചാരിച്ചു. അല്ല, നിങ്ങൾ ആ വഴിക്ക് കണ്ടിട്ട് എത്ര കാലായി, എന്തപ്പോ അങ്ങോട്ടൊന്നും വരാത്ത? എങ്ങനെയൊന്നും അങ്ങോട്ട് വരാൻ പറ്റാ? നേരം വെളുത്ത് 9 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ ജോലിക്കാരി പോവും, പിന്നെ തിരിച്ചു വരിക വൈകുന്നേരം 6 മണിയാവണം. അത് കഴിഞ്ഞ് കുട്ടികളെ നോക്കി അവരെ കുളിപ്പിച്ചു, അവർക്ക് തിന്നാൻ കൊടുത്തും ഒരു വിധാവും മനുഷ്യൻ. വയസ്സായി വേണ്ടൊന്നും കാര്യമില്ല, എപ്പോഴും 16 പേരുടെ പണി നമുക്ക്. എന്താ ചെയ്യ? അല്ല, അപ്പൊ ഇതുവരെ നിങ്ങളെ മരുന്നുള്ള ജോലിക്ക് പോക്ക് നിർത്തിയിട്ടില്ലേ? എന്താ ചെയ്യ? എത്ര പേരും പ്രശസ്തിയുള്ള തറവാടായിരുന്നു നിങ്ങളുടെ. മുറ്റടിക്കാൻ കൂടി ഒരു പെണ്ണുങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങണ്ടായിരുന്നില്ല, അതിനും ആൾക്കാരായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യ? ഇതൊക്കെ നീ പറഞ്ഞിട്ട് എന്താ കാര്യം നബീസോ? പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആട്ടത്തിന് തുള്ളണ കെട്ടിയോമാരെ പറയണം. അവൻ്റെ അടുത്ത് പറഞ്ഞ അവൾ പറയും അവൾക്ക് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ, നിനക്ക് എന്തത്ര കുശുമ്പ് എന്ന്. പിന്നെ ഞാൻ ആരോട് എന്താ പറയുക? അങ്ങനെ ഒരു വിട്ടാൽ ശരിയാവോ? ഇപ്പൊ നിങ്ങൾ എൻ്റെ മരുമക്കളെ നോക്കി നോക്ക്, അവരെത്രത്തോളം പഠിച്ചതാ. ഇപ്പൊ ഞാൻ പറഞ്ഞു ജോലിക്ക് പോകണ്ട, ഞാൻ കർശനായി പറഞ്ഞേക്ക, അവര് പോണില്ല. ഇപ്പൊ അവര് കുട്ടികളെയും ഭർത്താവിനെയും എന്നെ നോക്കി വീടും നോക്കി സുഖമായിട്ട് അതാ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉമ്മാരാ പറഞ്ഞോട് ഇരുന്നിട്ട് എന്താ കാര്യം? അവർക്കൊക്കെ ഇപ്പൊ എന്താ നമ്മളൊരു വില? കല്യാണം കഴിഞ്ഞപ്പോ ഒക്കെ പെണ്ണുങ്ങൾ പറയണ പോലല്ലേ. അത് മാത്രല്ലല്ലോ, പിന്നെ പെണ്ണുങ്ങളുടെ ശമ്പളത്തില് വീട് കഴിഞ്ഞ് പോകുമ്പോ അവർക്ക് ഇത്തിരി വിലവീര്യം കൂടും. മനസ്സിലായോ? ഇനിയിപ്പൊ അത് വിട്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അത് ആലോചിച്ചിരിക്കാൻ നിൽക്കണ്ട. ഞാനേ പോട്ടെ, എന്നോടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടേക്ക് ഒരു സാധനം വാങ്ങാൻ വന്നായിരുന്നു. ഇനി മഴ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്ന് കുടുംബത്തിൽ ഞാൻ പോട്ടേട്ടെന്നാ. ശരി. ഡാ ചെക്ക, നീ പണിക്കൊന്നും പോണില്ലേ? ഇല്ലമ്മ, പണി കുറവാ, അതുകൊണ്ട് ഞാൻ പോണില്ലെന്ന്. പെണ്ണുങ്ങളെ പണിക്ക് വിട്ടിട്ടേ നീ ഇതിന്റെ ഉള്ളിൽ പണിക്ക് പോകണ്ടിരിക്കെ. നിന്നോട് എത്ര കാലമായി ഞാൻ പറയണ അവളോട് നീ ജോലിക്ക് പോണ്ടെന്ന് പറയാൻ? നീ ഇതുവരെ അത് ചെയ്തോ? എന്നിട്ടിപ്പൊ എന്താ? അവൾക്ക് എന്നെ പണ്ടത്തെ പോലെ ഒരു അനുസരണ ഒരു ബഹുമാനവും ഇല്ല. അങ്ങനൊന്നും ഇല്ലമ്മ, അത് നിങ്ങളെ തോന്നലാണ്. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് എന്നേക്കാൾ ഇഷ്ടം അവളാണല്ലോ, അവള് പറഞ്ഞാണല്ലോ കേൾക്കുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വൈകുന്നേരം അവള് വന്ന അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അവള് ജോലിക്ക് പോയിട്ട് വേണ്ട ഈ കുടുംബം കഴിയാൻ. ഇവിടെ ആരും പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് ഈ കുടുംബം നോക്കിയിട്ടില്ല. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കോ. ഏയ്, എന്താ നീ കിടക്കണത്? മുഖത്തൊന്നൊരു ഉഷാറില്ലല്ലോ, എന്താ പറ്റിയ നിനക്ക്? എന്താന്നറിയില്ല, രാവിലെ തുടങ്ങിയത് നല്ല തലവേദന. ഗുളിയൊന്നും കഴിച്ചില്ല നീ? ഗുളിക കഴിച്ചു, എന്നിട്ടും കുറേന്ന് കാണാനില്ല. രാവിലെ നേരത്തെ എനിക്കല്ലേ, പിന്നെ കുട്ടീനെ പറഞ്ഞയക്കലും വീട്ടിലത്തെ പണികളും ഞാൻ ജോലിക്കും പോവല്ലേ, അതുകൊണ്ടൊക്കെയോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് വിഷമാവോ?
നിങ്ങൾ കാര്യം എന്താ പറയേ? കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താ? ഉമ്മാക്ക് നീ ജോലിക്ക് പോകുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവര് പഴയ ആൾക്കാരല്ലേ. പിന്നെ നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്ത് പണിക്ക് പോയിട്ടില്ലല്ലോ. അതിനെങ്ങനെ പെണ്ണുങ്ങൾ പുറത്ത് പണിക്ക് പോവാ? 15-16 വയസ്സാകുമ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ചു വിടും. പിന്നെ ഇത് നിങ്ങളുടെ ഉമ്മയുടെ പണ്ടത്തെ കാലല്ല. ഞാൻ നിങ്ങളുടെ ഉമ്മയല്ല. ഞാനിവിടെ ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എന്ത് കുറവാ നിങ്ങൾക്ക് വരുത്തിയിട്ടുള്ളത്? രാവിലെ ഇവിടെ 5 മണിയാകുമ്പോൾ ഞാനിവിടെ എണീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ ഞാൻ പോണത്. പിന്നെ എന്താ നിങ്ങളുടെ ഉമ്മാക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഇനിയിപ്പൊ ഞാൻ ഉമ്മ ചോദിച്ചപ്പോ എന്താ പറയണ്ടേ? ഞാൻ നിങ്ങൾ എന്താ അഞ്ചാ പറയും? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ എനിക്ക് നേരത്തെ എണീക്കാനുള്ളതാ. നിശ്ചയ വന്ന് കിടക്കണേ, കിടക്കാൻ നോക്ക്. ഉമ്മ, ഞാൻ ഇറങ്ങാൻ കേട്ടോ. ഞാൻ അവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ അവന്റെ അടുത്ത്? പറയുകയും ചെയ്തു. അതിനുള്ള മറുപടി ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ഒഴിവുള്ളപ്പോഴേ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പോട്ടെ, ശരിട്ടെന്നാ. എന്താടപ്പ അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? ഉമ്മാക്ക് എന്താ അവള് ജോലിക്ക് പോണതിന് എത്ര പ്രശ്നം? ഇനി ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും അവള് ജോലിക്ക് പോകും. ഇനിയിപ്പോ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഞാനിപ്പോ അവളെ ഒഴിവാക്കണോ? ഇങ്ങനെ പറഞ്ഞ അനുസരണ ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലേ ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ അവൾ എന്നോട് പറയാണ് നമുക്ക് ഉമ്മാനെ വൃദ്ധസ്ഥാനത്തിലാക്കിയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെന്ത് വർത്താനാടാ ഈ പറയണത്? ഞാൻ നിന്നെ പറ്റിയ തള്ളല്ലടാ. ആണല്ലോ, അവള് നിങ്ങൾ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, അവള് പറയുന്ന തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. പിന്നെ അവള് ജോലിക്ക് പോയോണ്ട് ആകാശം ഇടിഞ്ഞ് വീഴാൻ പോണമെന്നില്ലല്ലോ. അപ്പൊ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലേ? പറയണ വാക്കിന് വില ഉണ്ടെങ്കിലേ അതിന് വില തരും. അല്ലാണ്ട് ഉമ്മയാണെന്ന് വിചാരിച്ചിട്ട് പറയണ എല്ലാം അനുസരിക്കണം എന്ന് വെച്ചാൽ അത് നടക്കില്ല. പിന്നെ എനിക്ക് ഉമ്മാനോട് പറയാനുള്ളത്, ഉമ്മാന്റെ കുഴി ഉമ്മയായിട്ട് തന്നെ തോണ്ടാൻ നിൽക്കണ്ട. ഇപ്പൊ ഏറെക്കുറെ ഉമ്മാക്ക് കാര്യങ്ങൾ മനസ്സിലായിണ്ടാവല്ലോ. പിന്നെ ഞാൻ ഇന്ന് പോവാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടാവില്ല. ഇന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട്.